മെയ് മാസം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അത്ര വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എമ്പുരാൻ, അതുപോലെ തന്നെ തുടരും പോലെ വലിയ സിനിമകളൊന്നും തന്നെ ഈ പറഞ്ഞ മെയ് മാസത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കുറച്ച് ക്ലാഷ് റിലീസുകളും ചെറിയ ഹിറ്റുകളും ഉണ്ടായ ഒരു മാസമായിരുന്നു മെയ് മാസം എന്ന് പറയുന്നത്. അതെ, അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ക്ലാഷ് എന്ന് പറയാവുന്നത് ഏറെ കാലത്തിന് ശേഷം ദിലീപിന്റെ ഒരു ഹിറ്റ് ചിത്രം വന്നു, പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ സിനിമ ഒരു ക്ലാഷ് റിലീസ് ആയിരുന്നു, പടക്കളത്തിന്റെ ഒപ്പം സർക്കിട്ട്. ഇതിനകത്തേക്ക് ആദ്യ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ഡയറക്ടർ ആയിരുന്നു, ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് പടത്തിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. ഷാരിസ് മുഹമ്മദ് സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. പടം വരുന്നതിന് മുമ്പ് വരെ വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ എനിക്ക് തോന്നുന്നു ആ പാട്ടിനൊക്കെ അത്യാവശ്യം. പിന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ 150ാമത്തെ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. ആകെ ഒരു എല്ലാവരും പറഞ്ഞിരുന്നത് അത് മാത്രമായിരുന്നു. പക്ഷെ നായികയൊക്കെ പുതിയതാണെന്നോ? എല്ലാവരും ഓൾമോസ്റ്റ് നായികയൊക്കെ ദിലീപിന്റെ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ റീസെന്റ് ഒക്കെ നായികമാരൊക്കെ പുതിയതാണ്. സിനിമ വന്നിരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ യൂട്യൂബ് റിവ്യൂവേഴ്സ് എല്ലാവരും നെഗറ്റീവ് പറഞ്ഞൊരു സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. ബോക്സ് ഓഫീസിൽ നിലംപൊത്തുന്ന തന്നെ പ്രതീക്ഷയായിരുന്നു. അതെ, തീർച്ചയായും. കാരണം ആ പടം ഇപ്പൊ ഫൈനൽ എൻഡ് വന്നപ്പോഴേക്ക് ഏതാണ്ട് 27 കോടി രൂപയോളാണ് കളക്ട് ചെയ്തത്. 27 കോടി എന്ന് പറയുമ്പോൾ ഇപ്പൊ അത് മലയാള സിനിമ കണ്ടേക്കണ വലിയ എമൗണ്ടുകൾ വെച്ച് നോക്കുമ്പോൾ അത് വലിയ എമൗണ്ട് ഒന്നും അല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നിലംപൊത്തി പോകുന്ന കരുതി. കാരണം 10 കോടിയായിരുന്നു ഈ പടത്തിന്റെ ബഡ്ജറ്റ്. സത്യത്തിൽ ആ പടം വരുന്നതിന് മുമ്പ് അത്രയും കൂടി പ്രതീക്ഷയില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും റിവ്യൂ ഒക്കെ നോക്കിയാണ് സിനിമകൾ. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ സിനിമയെ നല്ല രീതിയിൽ ബാധിക്കും എന്ന് കരുതിയ. പക്ഷെ നല്ല സിനിമകൾ എന്നും വിജയിക്കും എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ OTT വന്നപ്പോൾ അത്യാവശ്യം നല്ല റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോ സിനിമ ഇറങ്ങി എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫസ്റ്റ് ഡേ തന്നെ പ്രമുഖ റിവ്യൂവേഴ്സ് എല്ലാം തന്നെ നെഗറ്റീവ് ആണ് പടത്തിന് പറഞ്ഞത്. ഇപ്പൊ നമ്മള് പോയി കണ്ടപ്പോഴാണെങ്കിലും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തിനാണ് ഇത്രയും അധികം ഈ സിനിമേനെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിയായിരുന്നു. കാരണം ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫാമിലി പടമായിട്ടാണ് തോന്നിയത്. അതെ, റീസെന്റ് ടൈമിൽ നല്ലൊരു പടമായിരുന്നു. പിന്നെ അത്യാവശ്യം അപ്പൊ റീസെന്റ് ടൈമിൽ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അതിന് ഇത്രയും കീറി മുറിച്ച് പറയേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ചാനലിൽ എന്തായാലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേഴ്സണലി ആ സിനിമയെ സപ്പോർട്ട് ചെയ്തിരുന്നു. അത് തന്നെ ഫൈനലി ആ ബോക്സ് ഓഫീസിൽ അത് കാണുകയും ചെയ്തിരുന്നു. സിനിമ എന്തായാലും ഒരു ക്ലീൻ ഹിറ്റ് ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ക്ലീൻ ഹിറ്റ് കിട്ടും. 26 കോടിയോളം കളക്ഷൻ ഉണ്ട്, ക്ലീൻ ഹിറ്റ് പടമാണ്. ഇനിയിപ്പം പുള്ളിയുടെ പുതിയ പടം വരുന്നുണ്ട് ബബ്ബ. അത് അത്യാവശ്യം നല്ല ഹൈപ്പൊക്കെ വന്നിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ലുക്ക്, പുതിയ ടീസർ, അതേപോലെ മോഹൻലാലിന്റെ എൻട്രി ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈപ്പ് അതിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും അതൊരു പുള്ളിയുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഒരു ബ്ലോക്ക് ബാസ്റ്റർ ആവട്ടെ എന്ന് നമുക്ക് എന്തായാലും ആശംസിക്കാം. പിന്നെ രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ സർക്കിട്ട് ആയിരുന്നു. സർക്കിട്ട് ആസിഫ് അലിക്ക് ഇപ്പോൾ കുറച്ച്, അതായത് നല്ല പ്രതികരണം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പടം ഇറങ്ങിയപ്പോൾ നല്ല പോസിറ്റീവ് റിപ്പോർട്ടൊക്കെ ആയിട്ടത്. പക്ഷെ സിനിമ തിയേറ്ററിൽ ആ റിപ്പോർട്ടുകളൊന്നും ഹൈലി ഇമോഷണൽ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സിനിമ അത്യാവശ്യം ഇമോഷണൽ പടം കണ്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ സിനിമകൾ കാണാനായിട്ട് നമ്മൾ തിയേറ്ററിൽ പോകും. ഇപ്പൊ പോവില്ലെന്നല്ല, ഇപ്പൊ കുറവാണ്. കാരണം ആവശ്യത്തിനുള്ള ചോയ്സ് ഉണ്ട്. പിന്നെ ഈ പെട്ടെന്ന് തന്നെ OTT റിലീസ് ആവുന്നുണ്ട്. എന്തായാലും ആളുകൾക്ക് സെലക്റ്റീവ് ആവുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾക്ക്. സർക്കിട്ടിന്റെ കാര്യത്തിലേക്ക് ഒരു 5 കോടി രൂപ അതിന്റെ ബഡ്ജറ്റ് പറയുന്നു. 2.25 കോടി എന്തോണം കളക്ഷൻ സിനിമ ഷൂട്ട് ചെയ്ത പടം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 5 കോടി കുറവാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അപ്പൊ 2.95 എന്തോണം അതിന്റെ ഫൈനൽ കളക്ഷൻ പറയണേ. അതൊരു ക്ലീൻ ഡിസാസ്റ്റർ ആയിരുന്നു. നല്ല റിവ്യൂ വന്നിട്ടും ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആസിഫ് അലിയുടെ പ്രകടനമൊക്കെ നല്ല റിവ്യൂ വന്നതാണ്. ആസിഫ് അലി ആസ് എ പെർഫോമർ നമുക്ക് അറിയാവുന്നതാണ്. എല്ലാ പടത്തിലും പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചാളായിട്ട് ഈ രേഖാചിത്രം, അതിനു മുമ്പ് തലവൻ അത്യാവശ്യം നല്ല ട്രാക്കിൽ നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് ആ ലെവൽ ക്രോസ് ഒക്കെ വന്നെങ്കിലും ലെവൽ ക്രോസിന് 2024 ആസിഫ് അലിക്ക് നല്ല രീതിയിൽ അപ്രിസിയേഷൻ കിട്ടിയതായിരുന്നു. അത്യാവശ്യം 2 വിജയങ്ങളും നല്ലത് വന്നതായിരുന്നു. 2025 സ്റ്റാർട്ടിങ് തന്നെയാണെങ്കിലും രേഖാചിത്രം വന്നിട്ട് നല്ലൊരു വിജയം കിട്ടിയതായിരുന്നു. അതെ. പിന്നീട് ഇപ്പോൾ സർക്കിട്ട് വന്നു കഴിയുമ്പോൾ ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച് വീണ്ടും ആസിഫ് അലി ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് അതിന്റെ കൂടെ തന്നെ ഇറങ്ങിയ സിനിമയായിരുന്നു പടക്കളം, ഫ്രൈഡേ ഫിലിം ഹൗസ്. അതെ, ഒന്നും പറയാനില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വണ്ടടിച്ച ഒരു പടമാണ്. അതെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റോറി ലൈനായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം ഒരു നോക്കി കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി വാളുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഷറഫുദ്ദീൻ, സുരാജ്, സന്ദീപ്, പ്രദീപ്, അങ്ങനെ എന്തോന്നാ പയ്യന്റെ പേര്.
തകർപ്പൻ പ്രകടനമായിരുന്നു. അതെ അതെ. ഒന്ന് ആ പയ്യൻ സത്യം പറഞ്ഞാൽ അവൻ അഭിനന്ദനം കൂടുതൽ അറിയിക്കണം. കാരണം ഷറഫുദ്ദീനും സുരാജും നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലല്ല, ക്യാരക്ടർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നേരെ തിരിഞ്ഞു വന്നു കഴിയുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട്, മറ്റു രണ്ടുപേരും സീനിയർ ആക്ടേഴ്സ് ആണ് അവർക്കറിയാം, പക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവൻ ഗംഭീര പ്രകടനം. അത് മാത്രമല്ല ആ പയ്യനെ നമുക്ക് കാണിച്ചു തന്നേക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആവുകയാണ്. അത് നല്ല രീതിയിൽ പയ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 18ാം പടിയിലാണ് ആദ്യം വന്നത്, ചെറിയൊരു റോള്. പിന്നെ ക്ലിക്കായി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെ അതേപോലെ ആലപ്പുഴ ജിങ്കാനയിലൊക്കെ വന്നപ്പോഴേക്കും ആള് നല്ല ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. നല്ല നല്ല അവസരങ്ങൾ കൊടുക്കും, നല്ല അവസരങ്ങൾ പുള്ളിനെ തേടി വരും. ഇപ്പൊ കുറെ നല്ല പിള്ളേർ സെറ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സന്ദീപിനൊക്കെ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കാലിബർ ഉള്ള ഒരു നടനായിട്ടാണ് എന്തായാലും ഫീൽ ചെയ്തത്. അപ്പൊ അത്യാവശ്യം ഫ്രീ ആയിട്ടിരുന്ന് ചിരിക്കാനുള്ള ഒരു വൈബിൽ കയറി കാണാവുന്ന ഒരു പടമാണ്. ഇപ്പോൾ OTT-യിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു. എന്തായാലും ഈ എനിക്ക് തോന്നുന്നു 2025 വന്നേക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഫസ്റ്റ് ജേണർ വൈസ് നോക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫിലിമായിരുന്നു എന്തായാലും ഈ പടക്കളം എന്ന് പറയുന്നത്. പിന്നത്തെ മെയ്യിൽ വന്നേക്കുന്ന ഒരു മേജർ റിലീസ് ഒരു 2 സിനിമകളുടെ ഒരു ക്ലാഷ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഒന്ന് നരിവേട്ട, ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയും പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെയാണ് അത്യാവശ്യം വന്നത്. സിനിമ നല്ലൊരു അതെ ഇഷ്കിന്റെ ഡയറക്ടറാണ്. നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, മാന്യമായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ടൊവിനോസ് പെർഫോമർ നന്നായിട്ട് ടൊവിനോനേക്കാൾ ആസിഫ് അലി ആ റോളി വന്ന അടിപൊളിയായിരിക്കും. പക്ഷെ ചിലപ്പോൾ പുള്ളി ചെയ്തേക്കുന്ന സ്ഥിരം പോലീസുകാർ തന്നെയാണ്, പക്ഷെ സ്ഥിരം പോലീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ തന്നെയാണ്. ആസിഫ് അലി തന്നെ ഈ ഒരു രേഖാചിത്രത്തിന് ശേഷം എന്തോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നിലവിൽ പോലീസ് ക്യാരക്ടറുകൾ ഒരുപാടായി, അത് കാരണം ഒരു ബ്രേക്ക് പോലീസ് ക്യാരക്ടറിൽ നിന്ന് എടുക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ബോക്സ് ഓഫീസിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 18 കോടി രൂപ പടത്തിന് കോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് 27 കോടി രൂപയാണ് ഇതിന്റെ കളക്ഷൻ വരുന്നത്. ഒരു ആവറേജ് ഹിറ്റ് എന്ന് വിളിക്കാവുന്നേ പറ്റുള്ളൂ, ഒരു ക്ലീൻ ഹിറ്റ് അല്ല. അതിലെ വേടൻ പാടിയ പാട്ടൊക്കെ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയി. മിന്നൽ വള എന്ന് പറഞ്ഞ ഒരു പാട്ട്, മിന്നൽ വള, അത് എടുത്തു പറയാം. മിന്നൽ വള ഇപ്പൊ നമുക്ക് എല്ലാ ഷോർട്സിലും ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര കൊമേഴ്ഷ്യൽ അല്ല പടം. ഈ പറഞ്ഞ അത്ര കൊമേഴ്ഷ്യൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സിനിമ കൂടിയാണ്. പിന്നെ ഇതിനോടൊപ്പം ക്ലാഷ് ആയിട്ട് വന്നത് ധ്യാൻ ശ്രീനിവാസിന്റെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാസത്തിലും സിനിമകൾ ഇറങ്ങുന്നുണ്ട്. നമ്മളത് പലതും പറഞ്ഞില്ല, കാരണം ഒരുപാടുണ്ടാവും. പക്ഷേ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ എടുത്ത് പറയാനുള്ള പ്രധാന കാരണം ആ പടം സോഫിയ പോളിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ പടങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. സക്സസ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നു സക്സസ് ആണ്. അതെ, ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോഴാണ് മെയിനായിട്ട് അതാണ് നമ്മൾ ചിന്തിച്ചത്. അത്രയും സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയും ഇത്രയും ഡിസാസ്റ്റർ റേറ്റ് ഉള്ള ഒരു നടനും കൂടി ഒന്നിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് തന്നെയാണ് കേട്ടോ പടത്തിലേക്ക് വരുമ്പോൾ. അതായത് ഒരു വലിയ സക്സസ് റേറ്റ് ഉള്ള ഒരു ആളും ഒരുപാട് ഫ്ലോപ്പുകൾ ഉള്ള ഒരാളും ഒരു മിഡിൽ വരും, ഒരു ആവറേജ്. ഈ സിനിമയും അങ്ങനെ തന്നെയാണ്, പടവും ഒരു ആവറേജ്. ധ്യാന്റെ വെക്കുമ്പോൾ ഒരു ബെസ്റ്റ് പടങ്ങളുടെ ഒരെണ്ണമാണ്. അദ്ദേഹത്തിന്റെ കളക്ഷൻ വൈസ് ആണെങ്കിലും ബെസ്റ്റ് പടമാണെന്ന് പറയാം. ഏതാണ്ട് 4.5 കോടി രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് പറയുന്ന പടമാണ്. 7.5 കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്നുണ്ട്. ഒരു ആവറേജ് ഹിറ്റാണ്. ഞാനന്ന് പറഞ്ഞതുപോലെ രാത്രി ഒറ്റയ്ക്കിറങ്ങി നടക്കുന്നവരാണ് ഈ കൊലയാളി ടാർഗറ്റ് ചെയ്യുന്നത്. ഇതാരാണ്, എന്തിനാണ് ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കിനിയും സമയം വേണം. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നിടത്ത് അവനെത്താൻ അവനിനി ഒരുപാട് ദൂരം സഞ്ചരിക്കണം. മറ്റു ബിസിനസ് എല്ലാം കൂടി 10 കോടിക്ക് മേളിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ധ്യാന്റെ ശ്രീ എനിക്ക് തോന്നുന്നു കരിയർ ബെസ്റ്റ് ആയിരിക്കും. അതായത് വർഷങ്ങൾക്ക് ശേഷം മാറ്റി നിർത്തിയാൽ കേട്ടോ. വർഷങ്ങൾക്ക് ശേഷത്തിൽ നായകൻ എന്ന് വേണമെങ്കിൽ ധ്യാനെ പറയാം. എന്നാലും ഇതൊരു ധ്യാന്റെ സോളോ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാക്കി സിനിമകളും എന്നാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാവുന്ന കുറെ മേഖലകളുണ്ടായിരുന്നെങ്കിൽ ആ പടം ഇത് നല്ല രീതിയിൽ നല്ലൊരു വിജയം കിട്ടുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മിന്നൽ മുരളി യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിലുള്ള പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പ്രൊമോഷൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു യൂണിവേഴ്സായിട്ട് ഓൾറെഡി പ്രഖ്യാപിച്ചു. അടുത്തത് ഈ സെഗ്മെന്റിൽ ജാംബി ഒരു സിനിമ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വാച്ചബിൾ പടമാണ്. ധ്യാൻ ശ്രീനിവാസൻ നന്നായിട്ട്, എനിക്ക് പേഴ്സണലി പുള്ളി ഒരു നല്ല ആക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ കഥാപാത്രവും നല്ല രീതിയിൽ, ആ കഥാപാത്രത്തിന്റെ റിക്വയർമെന്റ് എന്താണ്, ആ മാനറിസങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ധ്യാനും ഇപ്പോൾ ദിലീപിന്റെ പുതിയ പടത്തിലുണ്ട്. ടീസർ കണ്ടവർക്ക് മനസ്സിലാവും. ഈ ധ്യാനും വിനീതും ഒക്കെ വരുന്നുണ്ട്. ആ പടത്തിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടുള്ള
ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പടത്തിൻ്റെ ഇപ്പോൾ രണ്ടാമത് പടത്തിൻ്റെ കാര്യം പറയാൻ കാരണം എല്ലാവരും അത്യാവശ്യം നല്ല അഴിഞ്ഞാടാൻ വിട്ട നല്ല പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ധ്യാനം അങ്ങനെ ഒരാൾ തന്നെയാണ്. പക്ഷെ പ്രോജക്റ്റുകളിലേക്ക് വരുമ്പോൾ നല്ല പ്രോജക്ട് സെലക്ഷൻ വരുന്നില്ല. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം പല ഇന്റർവ്യൂകളും പറയുന്നുണ്ട്. പിന്നെ നമ്മളത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. മെയിലേക്ക് വരുമ്പോൾ മെയിലിൽ ലാസ്റ്റ് വന്നത് വീണ്ടും ഒരു ആസിഫ് അലി ചിത്രമായിരുന്നു, ആഭ്യന്തര കുറ്റവാളി. സിനിമയുടെ ബോക്സ് ഓഫീസ് ബഡ്ജറ്റിനെ കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. പക്ഷെ ഏതാണ്ട് ഒരു 1.5-2 കോടി രൂപയാണ് നേരിട്ടുള്ളൂ. എന്നാലും പടം ഒരു ഡിസാസ്റ്റർ ആയിരുന്നു, പരാജയം തന്നെയായിരുന്നു. മിക്സഡ് മിഡ് ആയിരുന്നു. കാരണം സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും അങ്ങനെ തോന്നി. ഒരു പഴയ ഇപ്പോൾ ആസിഫ് അലിയുടെ സിനിമകൾക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. അത്ര ഒരു ക്വാളിറ്റി ലെവലിലേക്ക് വരാത്തൊരു സിനിമയായിട്ടാണ് തോന്നിയത്. കാരണം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തോ ആസിഫ് അലി ചെയ്ത ഒരു സിനിമ പോലെയാണ് തോന്നിയത്. മൊത്തത്തിലെല്ലാം കൊണ്ട് പെർഫോമൻസ് ആണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ആ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ അത് കാരണം തന്നെ ഫൈനല് അതിൻ്റെ ഒരു വെർഡിക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ഫ്ലോപ്പായി മാറിയത്. ആസിഫ് അലി 2025 ഗംഭീരമായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് വന്ന 2 സിനിമകളും ബോക്സ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഫെയിലിയർ ആയിരുന്നു. പുള്ളിയുടെ ഇനി പുതിയ പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു മഹേഷ് നാരായൺ പടത്തിൽ ടിക്കറ്റാക്കാന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അത് നല്ല പ്രതീക്ഷയുള്ളൊരു രോഹിത്തിന്റെ പടം. പിന്നെ ജിത്തു ജോസഫിന്റെ സിനിമ വരുന്നുണ്ട്. നല്ല പ്രോജക്റ്റുകൾ ഇനി വരുന്നുണ്ട്. ഇനി ആ സിനിമകളൊക്കെ വന്ന് നല്ല പെർഫോമർ എന്ന രീതിയിൽ എപ്പോഴും പറയാനില്ല. യൂത്ത് നടന്മാരിൽ തന്നെ ഏറ്റവും നല്ല പെർഫോമർ പുള്ളിക്ക് വട്ടം വെക്കാൻ. അത് ഒക്കെ നല്ല നടന്മാരാണെങ്കിലും പേഴ്സണലി എനിക്ക് ആസിഫ് അലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നാറുണ്ട്. നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഇടപഴകുന്ന ഒരു രീതി ആസിഫ് അലിക്ക് നാച്ചുറൽ ആയിട്ട് എനിക്ക് ഫഹദ് എല്ലാവരും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പേഴ്സണലി ആസിഫ് അലി ഫാൻസ് ഒന്നല്ല, പക്ഷെ നമുക്ക് തോന്നിയിട്ടുണ്ട് ആസിഫ് അലി കൊള്ളാം. ആ ഒരു ഫെയിം പുള്ളിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മെയ് മന്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് മലയാളം ബോക്സ് ഓഫീസ് എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ജൂൺ മാസത്തിൽ പ്രധാനമായിട്ട് വലിയ റിലീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയിൽ നിന്ന് വന്നിരുന്നു. തക് ലൈഫ് എന്ന് പറഞ്ഞ പടം കമലഹാസന് വന്നിരുന്നു. അത് നമുക്കറിയാം ഓൾറെഡി. ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ജൂണിൽ വന്നിരിക്കുന്ന ഏതായിരുന്നു മെയിൻ റിലീസ്? JSK ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മെയിൻ റിലീസ്. പക്ഷേ JSK റിലീസ് ചെയ്തില്ല. അതിനകത്ത് കുറേ ലീഗൽ ഇഷ്യൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ റിലീസ് വൈകി പോവുകയാണ്. അപ്പോൾ JSK ഉടനെ തന്നെ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അതൊരു ബോൾഡായിട്ടുള്ള ഒരു സബ്ജക്റ്റ് അതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്കൊന്ന് മെയിനായിട്ട് റോന്ത് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. പിന്നീട് റോന്ത് എന്ന് പറയുന്നത് ഷാഹി കബീറിന്റെ തന്നെ രണ്ടാമത്തെ വന്നിരുന്നു. അതിനോടൊപ്പം വ്യസന സമേതം. ഇത് രണ്ടുമാണ് ജൂണിലെ മെയിൻ റിലീസുകൾ വരുന്നത്. ഇതിൽ റോന്ത് അത്യാവശ്യം നല്ല പോസിറ്റീവ് റിപ്പോർട്ട്. നല്ല സിനിമയായിരുന്നു. കാരണം ഷാഹി കബീറിന്റെ തന്നെ ഒരു പോലീസ് സ്റ്റോറി വന്നതാണ്. പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് വൈസ് എനിക്ക് അന്ന് സൗദി വെള്ളയ്ക്ക് കണ്ടപ്പോൾ തോന്നി. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ദിലീഷ് പോത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാനുള്ള സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. തോന്നലുകൾ തെറ്റാറില്ല. അതെ, അതുകൊണ്ട് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സ്റ്റേറ്റ് അവാർഡിനുള്ള സാധ്യത കാണുന്നുണ്ട്. റോഷൻ മാത്യു നന്നായിട്ട് രാത്രിയിൽ റോന്തിന് മുമ്പ് സംഭവിക്കുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു സിനിമയാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഷാഹി കബീറിന്റെ ഇലവീഴാമ്പൂച്ചിറയും അതേപോലെ നായാട്ടൊക്കെ കാണുന്ന പോലെ നമ്മൾ ഇത്തിരി ഡിസ്റ്റർബ് ആവും പടം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ. ആ ലെവലിലുള്ള ഒരു പടം. സിനിമയുടെ ബോക്സ് ഓഫീസ് കറക്റ്റ് നമുക്ക് ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ അവൈലബിൾ അല്ല. അതിന്റെ ബോക്സ് ഓഫീസ് ഇത് പറയാൻ ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം സ്റ്റിൽ ആ പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു വേൾഡ് കളക്ഷൻ വരുന്ന 7 കോടി ആ റേഞ്ചിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഹിറ്റാവാനാണ് സാധ്യത. ഹിറ്റാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും. പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വിപിൻ ദാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വാഴ അതുപോലെ ഗുരുവായൂരമ്പല നടയിലൊക്കെ സിനിമ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ടീം നമ്മുടെ ജോമോൻ ചോദിർ അതുപോലെ വാഴയിൽ തന്നെയുള്ള ആളുകൾ, സിജു സണ്ണി പിന്നെ അനശ്വര ഇവരൊക്കെ വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം മല്ലിക സുമാരനുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഒരു ഇത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു പടത്തിൽ. പക്ഷേ പടം എനിക്ക് തോന്നുന്നു ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിട്ടില്ല, വിജയമായിട്ടില്ല നിലവിൽ. അതും സിനിമയ്ക്കാണെങ്കിലും ഒരു നെഗറ്റീവ് ടു മിക്സഡ് പിന്നെ നെഗറ്റീവ് ആണ്. എന്തായാലും സിനിമ ടോട്ടലി ഒരു ജൂൺ മാസത്തിൽ ഒരു വിജയം എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ടില്ല. അത് മാത്രമല്ല ഇപ്പൊ റോന്തിന്റെ നമ്മൾ പറഞ്ഞപ്പോൾ അത്യാവശ്യം എവിടേക്കോ കളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ബന്ധുമിത്രാദികൾ അങ്ങനെ റണ്ണിങ് ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത് നിലവിൽ. അപ്പോൾ ഇതാണ് ഏകദേശം ജൂൺ മന്തിലെ കാര്യങ്ങൾ. ഇനി 6 മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ആസ് യൂഷ്വൽ ഒരു കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് പറയുന്ന പോലെ തന്നെയാണ്.
കാരണം പരാജയങ്ങൾ തന്നെയാണ് കൂടുതൽ. വലിയ വലിയ വിജയങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ പരാജയത്തിന്റെ റേഷ്യോ വളരെ കൂടുതലാണ്. കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞതെല്ലാം വിജയ ചിത്രങ്ങളോ ആവറേജ് ചിത്രങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റിലീസുകളാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന തന്നെ പ്രധാന റിലീസുകളാണ്. ഞങ്ങൾ പറയാത്ത ഒരുപാട് ചെറിയ സിനിമകളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മള് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു പ്രശ്നം മൂവാക്ക് എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഉണ്ട്, നല്ല പ്രതികരണമൊക്കെ ഒന്നാണ്, പക്ഷെ അതെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അപ്പൊ അങ്ങനെ ഞങ്ങള് പ്രതിപാദിക്കാത്ത അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടോ അങ്ങനെ ഒന്നുമല്ല, ഞങ്ങൾ പറയാത്തതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. പറയാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും, കാരണം മലയാളം അറിയാം, നമുക്ക് ചരിത്രം എടുത്ത ഒരുപാട് റിലീസുകൾ എല്ലാ വർഷവും വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് വിജയിക്കുന്നത് വളരെ ചുരുക്കം ചില സിനിമകൾ മാത്രമാണ്. നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തവണ 2 വലിയ വിജയങ്ങൾ നമുക്കുണ്ടായി. സ്റ്റിൽ ഇപ്പോഴും നമുക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ നിലവിലെ കളക്ഷൻ ഈ വർഷം ഇറങ്ങിയതിൽ ഇപ്പോഴും ഒന്നാമത് എമ്പുരാന. അതൊരു മലയാള സിനിമയാണ്, അതൊരിക്കലും സംഭവിക്കാത്തതാണ്. അത് ഇത്തവണ നമ്മൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എനിക്കൊന്ന് കൂലിയൊക്കെ റിലീസ് ആവുന്നവരെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂലിയൊക്കെ എന്തായാലും അത് ബ്രേക്ക് ചെയ്യും, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം തന്നെ ഏകദേശം 6 മാസം കൊണ്ട് 85ഓളം സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണേ. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു കൂടി വന്നൊരു 20-25 സിനിമകൾ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്ന സിനിമകളുടെ ഒരു അളവ് എന്ന് വെച്ചാൽ ആ സിനിമകൾ മോശമാണെന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷെ അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പേരെടുത്ത് പറയുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പിന്നെ കുറച്ച് അന്യഭാഷാ റിലീസുകളും ഇതിൻ്റെ ഇടയിൽ വന്നിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തഗ് ലൈഫ്, റെട്രോ, ഇതെല്ലാം പിന്നെ വിക്രത്തിന്റെ വീരധീര, പിന്നെ അജിത്തിന്റെ 2 സിനിമകൾ വന്നിരുന്നു, പിന്നെ ഡ്രാഗൺ, അതേപോലെ കുബേര എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു. പിന്നെ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അന്യഭാഷ ചിത്രം ഹിറ്റ് 3 വന്നിരുന്നു. ടൂറിസ്റ്റ് ഫാമിലി വന്നിരുന്നു. ഇതിൽ ടൂറിസ്റ്റ് ഫാമിലി, ഹിറ്റ്, ഗുഡ് ബാഡ് അഗ്ലി, ഡ്രാഗൺ ഈ സിനിമകൾ കേരളത്തിലും ഹിറ്റായിരുന്നു. ബാക്കി സിനിമകൾ കേരളത്തിലും പരാജയമാണ്. റെട്രോയൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ലോസ് ആണെന്നാണ് കേട്ടത് എല്ലാ ഏരിയയിലും. തഗ് ലൈഫും അങ്ങനെ തന്നെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു 2 റീ റിലീസ് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഛോട്ടാ മുംബൈ. ഛോട്ടാ മുംബൈയുടെ എടുത്തു പറയാനുള്ള കാരണം അത് ഈ പ്രാവശ്യം റീ റിലീസിൽ ഏകദേശം 7 കോടി രൂപയുടെ 7 കോടി രൂപ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതായിരുന്നു. അത് കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീനിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. സാധാരണ റീ റിലീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്ക്രീൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ആദ്യം റിലീസ് ചെയ്ത ഡേറ്റ് മാറ്റിയിട്ടാണ് ഛോട്ടാ മുംബൈ രണ്ടാമത് തിയേറ്ററിൽ കിട്ടിയില്ല. പക്ഷെ സ്റ്റിൽ ആ പടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്ക്രീൻസ് എല്ലാം കൗണ്ട് കൂട്ടി. കാരണം അത് തന്നെയാണ് ആ തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാൻ ഇതുപോലുള്ള സിനിമകളായിരുന്നു വരേണ്ടത്. അല്ല, ഇന്ന് നമുക്ക് അറിയാമല്ലോ ഛോട്ടാ മുംബൈ സിനിമയൊന്നും ഇപ്പൊ ഇല്ല. കാരണം ഛോട്ടാ മുംബൈ ഒക്കെ വെച്ചാൽ പ്യുവർ മിസ്സിംഗ് ആണ്. അതേപോലെ വേറൊരു റിലീസ് എടുത്തു പറയാവുന്നതെന്ന് പറയുന്നത് വടക്കൻ വീരാതായിരുന്നു. അത് ഫെബ്രുവരിയിൽ. അത് എടുത്തു പറയാനുള്ള പ്രധാന കാരണം മമ്മൂട്ടിയുടെ റിലീസ് ചെയ്ത സിനിമകളിൽ ഈ റീ റിലീസിന്റെ കോസ്റ്റിന് മേളിൽ ഒരു കളക്ഷൻ വന്നൊരു സിനിമ ഇപ്പൊ വടക്കൻ വീരാതയാണ്. ഏതാണ്ട് ഒരു 1,70,00,000 രൂപയോളം ഫൈനൽ കളക്ഷൻ. 1 കോടി രൂപയാണ് അതിന്റെ പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആവറേജ് വെർഡിക്റ്റ് ആണ് വരുന്നത്. പക്ഷേ റിലീസ് അത്യാവശ്യം നല്ല റിവ്യൂ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിരുന്നു. അത് 4K അത്യാവശ്യം അതിൻ്റെ വർക്ക് കാര്യങ്ങൾ പഴയ സിനിമ കാരണം അത് 4Kയിലേക്ക് മാറ്റി ചെയ്തപ്പോൾ അത്യാവശ്യം അതിന്റെ ക്വാളിറ്റിയിലൊക്കെ നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളത് കണ്ടില്ല. നല്ല റിപ്പോർട്ടാണ്. അപ്പോൾ ഇതാണ് 6 മാസത്തെ മലയാള സിനിമയുടെ നിലവിൽ വലിയ സിനിമകൾ വരാനുണ്ട്. എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ദുൽഖർ ഇങ്ങനെയുള്ള നടന്മാരുടെ ഒന്നും മലയാള സിനിമകൾ ഈ വർഷം റിലീസ് ഉണ്ടായിരുന്നില്ല. പൃഥ്വിരാജൊക്കെ ആണെങ്കിലും ഇപ്പൊ എമ്പുരാന്റെ ഭാഗമായി എന്നല്ലാതെ ഒരു സോളോ ലെവലിൽ ഇവരുടെ സിനിമകളെല്ലാം വന്നിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന 6 മാസത്തിനിടയിൽ വലിയ ഇവരുടെ സിനിമകൾ വരാനുണ്ട്. വലിയ വിജയങ്ങൾ വരാനുണ്ട് വിശ്വസിക്കുന്നു. കാരണം ഓരോ സിനിമയും ഓരോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വളരെ എക്സൈറ്റ്മെന്റോടുകൂടി കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഓരോ വരുന്ന സിനിമകളും വലിയ വിജയമാവട്ടെ. ഇൻഡസ്ട്രി ഇനിയും വളരട്ടെ. കാരണം നേരത്തെ പറഞ്ഞ പോലെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ 6 മാസത്തിനിടയിൽ ഏറ്റവും കളക്ഷൻ നേടിയ പടം എന്ന് പറയുമ്പോൾ നമുക്കതൊരു അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അതേപോലെ ഇനി നോർത്ത് ഇന്ത്യയിലും, അതായത് ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ അവിടെയും ടോപ്പിൽ നമ്മുടെ മലയാള സിനിമ വരുന്ന ലെവലിലേക്ക് വരട്ടെ. അപ്പോൾ അടുത്ത 6 മാസം ഞങ്ങൾ വീണ്ടും വരാം. ബൈ.